ആ ഒരു മോട്ടോർ സൈക്കിൾ എന്നെ ഞെട്ടിച്ച കുറച്ച് സംഭവങ്ങളാണ്. കുറെ നാളുകൾക്ക് മുൻപ് കവാസാക്കി അവരുടെ ഹൈഡ്രജൻ വെഹിക്കിളിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് H2 ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ബൈക്കാണ്. ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് വെക്കാനായിട്ട്, ഹൈഡ്രജൻ സിലിണ്ടർ ആണ്, നമ്മുടെ ഈ പറയുന്ന CNG അല്ല, ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് നമ്മുടെ ബാക്ക് പാനിയേഴ്സ് വരില്ല, നമ്മുടെ ലഗേജ് ഒക്കെ വെക്കുന്ന പാനിയേഴ്സ് പോലെയുള്ള 2 ബോക്സിലും നിറച്ച് ഹൈഡ്രജന്റെ ചെറിയ ചെറിയ സിലിണ്ടേഴ്സ് ആണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഡിപ്ലോമ സ്റ്റുഡൻസിനും ഒക്കെ ക്ലാസ് എടുക്കുന്ന കാര്യം കുറച്ച് പേർക്ക് അറിയുന്ന വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹൈഡ്രജൻ പോലുള്ള ഒരു ഫ്യൂലൊക്കെ മോട്ടോർ സൈക്കിൾ വരാനായിട്ട് ഭയങ്കര റിസ്ക് ആണ്. കാരണം അങ്ങനെയുള്ള ഒരു സിലിണ്ടർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. കാരണം ഒരേ ഒരു ബ്രാൻഡാണ് അത് പ്രോപ്പർ ആയിട്ട് കാണിച്ചിരുന്നത്, അത് കവാസാക്കി മാത്രമായിരുന്നു. അത് ഈ പറയുന്ന പോലെ പാനിയേഴ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ 2 ലഗേജ് റാക്കിലും ഒരു സിലിണ്ടേഴ്സ് നിറച്ചിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചിന്താഗതി അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഫ്യൂച്ചർ ആവില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എന്നെ ഈ പറയുന്ന ഫ്രീഡം 125 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഡീറ്റെയിലിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ലോഞ്ചിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരാൾക്ക് അത് വളരെ വലിയൊരു ഞെട്ടിക്കലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സീറ്റിന്റെ അടിയിൽ നമ്മളൊരു സിലിണ്ടറിന്റെ മുകളിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പില് ഒരു മോട്ടോർ സൈക്കിൾ ബജാജ് കൊണ്ടുവരുന്നു.